ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. ഭഗവത്ഗീത മനസ്സിലാക്കണമെങ്കിൽ ആദ്യം മഹാഭാരതം മനസ്സിലാക്കണം. മഹാഭാരതം മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ തുടക്കം മുതൽ യാത്ര ചെയ്യണം. അതാണ് നമ്മൾ ഈ സീരീസിൽ ചെയ്യുന്നത്. നമസ്കാരം എല്ലാവർക്കും. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സനാതനധർമ്മം എന്താണ്, വേദങ്ങൾ എന്താണ്, ഉപനിഷത്തുകൾ എന്താണ് എന്നൊക്കെ ഒരു ഹ്രസ്വധാരണ എടുത്തിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ ദയവായി ആ വീഡിയോ കൂടി ഒന്ന് കണ്ടോളൂ. കാരണം ഈ സീരീസ് മുഴുവനും ഒരു ക്രമത്തിലാണ് പോകുന്നത്. ഇന്ന് നമ്മൾ ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ പോകുന്നു. ആ ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് നമ്മൾ ഈ ചാനലിൽ നേരിട്ട് ഭഗവത്ഗീത പഠിക്കാൻ തുടങ്ങാതെ ആദ്യം മഹാഭാരതം മുഴുവൻ പഠിക്കാൻ പോകുന്നത്? പലർക്കും ഇതൊരു ഡൗട്ടായിരിക്കും. എനിക്ക് വേണ്ടത് ഗീതയാണ്, അതിനെന്താ ഇത്ര വലിയൊരു കഥ മുഴുവൻ പഠിക്കണമെന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാകും. ഇന്നത്തെ എപ്പിസോഡ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ചോദ്യത്തിന് പൂർണ്ണമായ ഒരു ഉത്തരം കിട്ടും. അതുമല്ല, ഈ ചാനലിലെ അടുത്ത 40ഓളം എപ്പിസോഡ്സ് എന്തിനാണെന്ന് പോലും ക്ലിയർ ആകും. നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് മനസ്സിലാക്കാം മഹാഭാരതം എന്ന ഗ്രന്ഥം എത്ര വലുതാണെന്ന്, എന്തുകൊണ്ടാണ് ഇത്ര പ്രധാനമുള്ളതെന്ന്. മഹാഭാരതം എന്നത് വെറും ഒരു കഥയല്ല, ഇത് ലോകത്തിലെ ഏറ്റവും വലിയ എപ്പിക് ആണ്. ഏകദേശം 1,00,000 ശ്ലോകങ്ങളുള്ള ഒരു ഗ്രന്ഥം. ചിന്തിച്ചു നോക്കൂ, 1,00,000 ശ്ലോകങ്ങൾ. ഗ്രീക്ക് എപ്പിക്സായ ഇലിയാഡും ഓഡേസിയും രണ്ടും കൂടെ ചേർത്താലും മഹാഭാരതത്തിൻ്റെ 10-1 പോലും വരില്ല എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ സൈസ് അല്ല ഇതിൻ്റെ യഥാർത്ഥ പ്രാധാന്യം. ഇതിൻ്റെ പ്രാധാന്യം ഇതാണ്: മഹാഭാരതം മനുഷ്യജീവിതത്തിലെ ഏതാണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഉത്തരം തരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ. കുടുംബത്തിൽ ഒരു പ്രശ്നം വന്നാൽ, സഹോദരങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ, ഒരു അച്ഛൻ മക്കളുടെ ഇടയിൽ ന്യായമായി പെരുമാറാൻ പറ്റാത്ത വരുന്ന അവസ്ഥ, ഇതെല്ലാം മഹാഭാരതത്തിൽ ഉണ്ട്. അധികാരത്തിന് വേണ്ടിയുള്ള മത്സരം, അസൂയ, പ്രതികാരം, ഇതെല്ലാം മഹാഭാരതത്തിൽ ഉണ്ട്. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റാതെ കൺഫ്യൂസ് ആകുന്ന അവസ്ഥ, അതും മഹാഭാരതത്തിലുണ്ട്. ഒരു വലിയ തീരുമാനം എടുക്കാൻ പറ്റാതെ മനസ്സ് മുഴുവൻ വിഷമിച്ചു നിൽക്കുന്ന അവസ്ഥ, ഇതാണ് എക്സാക്ട്ലി അർജുനന് സംഭവിക്കുന്നത് യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ. നമ്മൾ അതിലേക്ക് പിന്നീട് പോകും. അതുകൊണ്ടാണ് പഴമക്കാർ ഒരു ഫേമസ് കാര്യം പറയുന്നത്: എന്താണോ ഈ മഹാഭാരതത്തിൽ ഉള്ളത് അത് മാത്രമേ ലോകത്തിൽ എവിടെയും ഉള്ളൂ. എന്താണോ ഇതിൽ ഇല്ലാത്തത് അത് ലോകത്തിൽ എവിടെയും കാണില്ല. അതായത് മനുഷ്യ ജീവിതത്തിലെ എല്ലാ ഇമോഷൻസ്, എല്ലാ സിറ്റുവേഷൻസ്, എല്ലാ ധർമ്മസങ്കടങ്ങളും ഈ ഒരൊറ്റ ഗ്രന്ഥത്തിൽ അടങ്ങിയിരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ഈ ഗ്രന്ഥം വെറും ഒരു ചരിത്രമോ കഥയോ അല്ല, ഇത് ജീവിതത്തിൻ്റെ ഒരു കംപ്ലീറ്റ് ഗൈഡ് ബുക്ക് ആണ്. ഇനി നമ്മുടെ ഈ ചാനലിൻ്റെ പ്രധാന ലക്ഷ്യമായ ഭഗവത്ഗീതയിലേക്ക് വരാം. പലർക്കും ഒരു ഡൗട്ട് കാണും: ഗീത ഒരു സെപ്പറേറ്റ് ഗ്രന്ഥമല്ലേ, എന്തുകൊണ്ടാണ് അത് മഹാഭാരതത്തിൻ്റെ ഭാഗമായി വരുന്നത്? ഇതാണ് ഉത്തരം. ഭഗവത്ഗീത മഹാഭാരതത്തിലെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. കൃത്യമായി പറഞ്ഞാൽ ഭീഷ്മപർവം എന്ന ഭാഗത്തിലെ വെറും 700 ശ്ലോകങ്ങൾ മാത്രം. 1,00,000 ശ്ലോകങ്ങൾ ഉള്ള ഒരു ഗ്രന്ഥത്തിൽ വെറും 700 ശ്ലോകങ്ങൾ അത്രേ ഉള്ളൂ ഗീത. പക്ഷേ ആ 700 ശ്ലോകങ്ങൾ ലോകം മുഴുവൻ ഇന്നും വായിക്കുന്ന, പഠിക്കുന്ന, ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്ന ഒരു ഫിലോസഫിയായി മാറി. ഈ 700 ശ്ലോകങ്ങൾ എപ്പോഴാണ് സംഭവിക്കുന്നത് എന്നറിയാമോ? കുരുക്ഷേത്രം എന്ന സ്ഥലത്ത് ഒരു വലിയ യുദ്ധം തുടങ്ങാൻ പോകുന്ന അകൃത്യ നിമിഷത്തിൽ 2 വലിയ സൈന്യങ്ങളും യുദ്ധത്തിന് പൂർണ്ണമായി തയ്യാറായി നിൽക്കുന്നു. ലക്ഷക്കണക്കിന് സൈനികർ, ആയിരക്കണക്കിന് ആനകൾ, കുതിരകൾ, തേരുകൾ എല്ലാം ഒരുങ്ങി നിൽക്കുന്നു. അർജുനൻ എന്ന യോദ്ധാവ് തൻ്റെ രഥത്തിൽ നിന്ന് എതിർവശത്തേക്ക് നോക്കുന്നു. അപ്പോൾ അദ്ദേഹം കാണുന്നത് എന്താണെന്നറിയാമോ? തൻ്റെ സ്വന്തം മുത്തച്ഛൻ തന്നെ, പഠിപ്പിച്ച ഗുരുക്കന്മാർ, തൻ്റെ അമ്മാവന്മാർ, തൻ്റെ ബന്ധുക്കൾ എല്ലാവരും തന്നെ എതിർപക്ഷത്ത് നിൽക്കുന്നു. ആ നിമിഷം അർജുനൻ പൂർണ്ണമായി തകർന്നു. കയ്യിൽ നിന്ന് വില്ല് താഴെ വീഴുന്നു. എനിക്ക് ഇവരോട് യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം രഥത്തിൽ തന്നെ ഇരുന്നു പോകുന്നു. ഈ നിമിഷത്തിലാണ് കൃഷ്ണൻ അർജുനൻ്റെ സാരഥി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരു ഉപദേശം കൊടുക്കുന്നത്. ആ ഉപദേശമാണ് ഭഗവത്ഗീത. ഇത് മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം ക്ലിയർ ആകും: ഗീത ഒരു ആബ്സ്ട്രാക്ട് ഫിലോസഫി ക്ലാസ് അല്ല, ഇതൊരു റിയൽ ഇമോഷണൽ ക്രൈസിസിൻ്റെ നടുവിൽ ഒരു മനുഷ്യന് കൊടുക്കുന്ന പ്രാക്ടിക്കലായ ജീവിതം മാറ്റുന്ന ഉപദേശമാണ്. ഇത് എന്തുകൊണ്ട് നമുക്കിത്ര പ്രാധാന്യമായി മാറുന്നു എന്ന് നോക്കാം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ജീവിതത്തിൽ നമുക്കും ഇതുപോലുള്ള നിമിഷങ്ങൾ വരാറില്ലേ?
ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ മനസ്സ് മുഴുവൻ കൺഫ്യൂസായി നിൽക്കുന്ന നിമിഷം, ശരിയും തെറ്റും തമ്മിൽ വേർതിരിക്കാൻ പറ്റാത്ത അവസ്ഥ, സ്വന്തം കടമയും സ്വന്തം വികാരങ്ങളും തമ്മിൽ പോരാടുന്ന അവസ്ഥ, ജോലിയിൽ ഒരു വലിയ തീരുമാനം എടുക്കണം പക്ഷേ അതിൻ്റെ കോൺസിക്വൻസസ് ഭയപ്പെടുത്തുന്ന അവസ്ഥ, കുടുംബത്തിൽ ഒരാളോട് ബഹുമാനവും സ്നേഹവും ഉണ്ട് പക്ഷേ അവർ ചെയ്യുന്നത് തെറ്റാണ് എന്നറിയാം, അപ്പോൾ എന്ത് ചെയ്യണം എന്ന് അറിയാത്ത അവസ്ഥ. ഇതെല്ലാം അർജുനൻ അനുഭവിച്ച അതേ കൺഫ്യൂഷൻ തന്നെയാണ്. അതുകൊണ്ട് കൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുത്ത അതേ ഉപദേശം ഇന്നും നമ്മുടെ ജീവിതത്തിൽ എക്സാക്ട്ലി അതേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതാണ് ഈ ചാനലിൻ്റെ യഥാർത്ഥ ലക്ഷ്യം. ഭഗവത്ഗീതയെ വെറും ഒരു റിലീജിയസ് ടെക്സ്റ്റ് ആയിട്ടല്ല, മറിച്ച് ഒരു ലൈഫ് സക്സസ് മാനുവൽ ആയിട്ട് പഠിക്കുക. ജീവിതത്തിൽ കൺഫ്യൂഷൻ വരുമ്പോൾ മനസ്സ് ശാന്തമാക്കാൻ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന ഒരു പ്രാക്ടിക്കൽ ഗൈഡായിട്ട് ഇതിനെ കാണുക. ഇനി ഒരു നാച്ചുറൽ ചോദ്യം വരും. ഇത്ര വലിയൊരു ഗ്രന്ഥം, ഇത്ര ആഴമുള്ളൊരു തത്വശാസ്ത്രം, ഇത് എഴുതിയത് ആരാണ്? ഈ മുഴുവൻ എപ്പിക്കിൻ്റെയും രചയിതാവാണ് മഹർഷി വ്യാസൻ അഥവാ വേദവ്യാസൻ. ഇന്ന് നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ മാത്രം പറയാം. കാരണം വ്യാസൻ ഈ കഥയിലെ വെറും ഒരു ഓഥർ മാത്രമല്ല, അദ്ദേഹം തന്നെ ഈ കഥയിലെ വലിയൊരു പ്രധാന കഥാപാത്രമാണ്. ഈ കുടുംബത്തിൻ്റെ ഭാഗം തന്നെയാണ് വ്യാസൻ. അദ്ദേഹത്തിൻ്റെ ജനനകഥ, അദ്ദേഹത്തിൻ്റെ അമ്മ ആരാണ് എന്നത്, എങ്ങനെ അദ്ദേഹം ഈ കുടുംബവുമായി ബന്ധപ്പെടുന്നു എന്നത്, ഇതെല്ലാം വളരെ ആകർഷകമായ ഒരു കഥയാണ്. പക്ഷേ ആ കഥ പൂർണ്ണമായി പറയാൻ നമുക്കാദ്യം സത്യവതി എന്നു പേരുള്ള ഒരു അസാധാരണ സ്ത്രീയെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് വ്യാസൻ്റെ പൂർണ്ണമായ ജനനകഥ നമ്മൾ പിന്നീട് ഒരു ഡെഡിക്കേറ്റഡ് എപ്പിസോഡിൽ സത്യവതിയുടെ കഥയോടൊപ്പം വിശദമായി പറയും. ഇന്ന് ഇത്രമാത്രം അറിഞ്ഞാൽ മതി. വ്യാസനാണ് മഹാഭാരതം എഴുതിയത്. ഏകദേശം 1,00,000 ശ്ലോകങ്ങളുള്ള ഈ മഹാഭാരതം. അദ്ദേഹത്തെ വേദവ്യാസൻ എന്ന് വിളിക്കുന്നു. കാരണം അദ്ദേഹം വേദങ്ങളെ 4ആയി വിഭജിച്ചു: ഋഗ്, യജുർ, സാമ, അഥർവ. അതിനു മുൻപ് വേദങ്ങൾ ഒരൊറ്റ വലിയ ഗ്രന്ഥമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ അദ്ദേഹം തന്നെ ഈ കഥയിലെ ഒരു കഥാപാത്രം കൂടിയാണ്. പക്ഷേ വ്യാസൻ ആരാണ് യഥാർത്ഥത്തിൽ? അദ്ദേഹത്തിൻ്റെ അമ്മ ആരാണ്? എങ്ങനെയാണ് അദ്ദേഹം ഈ കുടുംബവുമായി ബന്ധപ്പെടുന്നത്? ഇത് നമ്മൾ പിന്നീട് വിശദമായി പറയും. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും എപ്പിസോഡ്സ് മുൻപ് തന്നെ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലായി കാണും. നമ്മൾ ഈ ചാനലിൽ ഒരു ചെറിയ കഥ പോലും വിടാതെ ക്രൊണോളജിക്കലായി പോകുന്നതായിരിക്കും. ആദ്യം മഹാഭാരതം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നും 18 പർവ്വങ്ങൾ എന്താണെന്നും നമ്മൾ നോക്കും. പിന്നെ ചന്ദ്രവംശത്തിൽ നിന്ന് തുടങ്ങി കുരുവംശം എങ്ങനെ രൂപപ്പെട്ടു എന്ന് പഠിക്കും. ശാന്തനു, ഗംഗ, ഭീഷ്മൻ, സത്യവതി, വ്യാസൻ ഇവരുടെയെല്ലാം കഥകൾ ഓരോന്നായി പറയും. പാണ്ഡവരും കൗരവരും ജനിക്കുന്നത് മുതൽ അവരുടെ ബാല്യകാലം, ഗുരു ദ്രോണൻ, ദ്രൗപദി സ്വയംവരം, ഇതെല്ലാം ഡീറ്റെയിൽ ആയി നമ്മൾ പറയുന്നതായിരിക്കും. ചൂതുകളി, 13 വർഷത്തെ വനവാസം, അജ്ഞാതവാസം, ഈ ഭാഗങ്ങളും നമ്മൾ കാണും. ഒടുവിൽ കുരുക്ഷേത്രത്തിൽ എത്തി അർജുനൻ്റെ വിഷാദം, അവിടെ നിന്നാണ് ഭഗവത്ഗീത തുടങ്ങുന്നത്. ഇത് ഒരു നീണ്ട യാത്രയാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ സീസൺ 1 എന്ന് വിളിക്കുന്നു. ഭഗവത്ഗീതയിലുള്ള മഹാഭാരത യാത്ര. ഈ സീസൺ കഴിയുമ്പോൾ നമ്മൾ സീസൺ 2 തുടങ്ങും. അതിൽ ഭഗവത്ഗീത ഓരോ ശ്ലോകവും ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്ത് വിശദമായി പഠിക്കും. ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു, ഈ യാത്രയിലെ ഓരോ എപ്പിസോഡ്സും അടുത്തതിലേക്ക് നിങ്ങളെ ക്യൂരിയസ് ആക്കുന്ന ഒരു പോയിന്റിൽ അവസാനിക്കും. ഓരോ കഥാപാത്രവും ഓരോ സംഭവവും നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാകുന്ന രീതിയിൽ ലളിതമായി പറയാൻ ഞാൻ ശ്രമിക്കും. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഒരു അടിസ്ഥാനപരമായ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തും. മഹാഭാരതം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? എന്തുകൊണ്ടാണ് ഇതിനെ 5ാമത്തെ വേദം എന്ന് വിളിക്കുന്നത്? ഇതറിഞ്ഞാൽ ഈ ഗ്രന്ഥത്തിൻ്റെ ആഴം എത്രത്തോളമുണ്ടെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാകും. ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റിൽ നിങ്ങളുടെ ഡൗട്ട്സ് എഴുതൂ. നിങ്ങളുടെ ഓരോ കമൻസും എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. നാളെ അടുത്ത എപ്പിസോഡിൽ കാണാം. ഹരേ കൃഷ്ണ, നമസ്കാരം.